ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പൊ RRB ALP 2025 കണ്ടക്ട് ചെയ്യാൻ പോകുന്നതിന്റെ ഭാഗമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നു. അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്ത് തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരിക്കില്ലേ? അപ്പൊ അതിൽ ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നത് നമ്മൾ ഏത് സോൺ സെലക്ട് ചെയ്യുന്നുള്ളതാണ് അല്ലേ. അതായത് മറ്റ് എക്സാംസുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റെയിൽവേയുടെ എക്സാംസിൽ കുറേ അധികം സോൺസുകൾ ഉണ്ട്. അതിൽ നിന്ന് ഒരു സോൺ കൃത്യമായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത സോൺ പിന്നീട് മാറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം നിങ്ങൾ ഒരു സോൺ സെലക്ട് ചെയ്യാൻ. പെട്ടെന്ന് ചാടി കയറിയിട്ട് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ പോയിട്ട് അവിടുന്ന് അപ്ലൈ ചെയ്യുന്ന രീതി അവരുടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ കുറേ പേര് അത്തരം മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്തവണ നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം നിങ്ങളൊരു സോൺ സെലക്ട് ചെയ്യാൻ. അത് നിങ്ങളുടെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ വിജയത്തിൽ വലിയ ഒരു ഘടകമായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എന്താണ് ഈ സോൺ സെലക്ഷൻ, എങ്ങനെയാണ് ഒരു സോൺ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. എങ്ങനെ ഒരു സോൺ വളരെ എഫക്റ്റീവ് ആയിട്ട് ഏറ്റവും മികച്ച രീതിയിൽ സെലക്ട് ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമുക്ക് മുന്നിലുള്ള അവൈലബിൾ ഓപ്ഷൻസുകളാണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ ഒരു സ്ക്രീനിനകത്ത് അഹമ്മദാബാദ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സോൺസുകളിലേക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ സോൺസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്: അഹമ്മദാബാദ്, അജ്മീർ, പ്രയാഗ്രാജ്, ഭോപ്പാൽ, ഭുവനേശ്വർ, ബിലാസ്പൂർ, ചണ്ഡീഗഡ്, ചെന്നൈ, ഗോരഖ്പൂർ, ഗുവാഹട്ടി, ജമ്മു, ശ്രീനഗർ, കൊൽക്കത്ത, മാൽഡ, മുംബൈ, മുസാഫർപൂർ, പാട്ന, റാഞ്ചി, സെക്കന്ദരാബാദ്, സിലിഗുരി ആൻഡ് നമ്മുടെ തിരുവനന്തപുരം. ഇത്രയും സോൺസുകളാണ് ഉള്ളത്. അതായത് നമ്മൾ റെയിൽവേ എക്സാംസുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സോണിലായിരിക്കും നമുക്ക് ഇത് ടോട്ടൽ വേക്കൻസി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പോസ്റ്റിലേക്കുള്ള ടോട്ടൽ വേക്കൻസി 99,970. അതിനർത്ഥം ആ 99,970 പോസ്റ്റിലേക്ക് നമ്മൾക്ക് അപ്ലൈ ചെയ്യാം എന്നല്ല, നമുക്കൊരു സോണിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഉദാഹരണത്തിന് അഹമ്മദാബാദിൽ സെലക്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 497 വേക്കൻസിയാണ് അവർക്ക് എന്തായിട്ടുണ്ടാവുക, അവൈലബിൾ ആയിട്ടുണ്ടാവുക. അതേസമയം തിരുവനന്തപുരത്ത് എടുക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് 148 വേക്കൻസിയാണ് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ എടുക്കുന്ന സോണിലുള്ള വേക്കൻസി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇനി ഒന്നിലധികം സോൺസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അതിട്ട് പറ്റില്ല താനും. ഓക്കെ, ഒന്നിലധികം സോൺസിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു രീതി എന്തില്ല, റെയിൽവേയിൽ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള രീതിയിൽ ക്യാൻസൽ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഒന്നിലധികം സോൺസിലേക്ക് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. അപ്പൊ നമ്മൾ ഒരു സോൺ സെലക്ട് ചെയ്യണം. അപ്പൊ ഈ ഒരു സോൺ സെലക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം ഘടകങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളത് അല്ലേ. അപ്പൊ ഞാൻ ഈ ഒരു എക്സാംസ് ഓൾറെഡി ക്ലിയർ ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് നൽകാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പല തരത്തിലുള്ള ഫാക്ടേഴ്സുകൾ, അതായത് നിങ്ങൾ മറ്റേതെങ്കിലും ചാനലുകളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഇത്തരം വീഡിയോസുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പക്ഷേ വേക്കൻസിയോ അല്ലെങ്കിൽ കട്ട് ഓഫ് ഒക്കെ നോക്കിയിട്ടായിരിക്കും സോൺ സെലക്ട് ചെയ്യുന്നത്. പക്ഷെ അത് മാത്രമാവരുത്. നമ്മുടെ ഒരു ലൈഫ് ടൈം നമ്മൾ വർക്ക് ചെയ്യേണ്ട ഒരു സ്ഥലം നമ്മൾ ചൂസ് ചെയ്യാൻ പോവുകയാണ്. സോ അവിടെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഒരു സോൺ സെലക്ട് ചെയ്യാൻ. അപ്പൊ ഈ സോൺ സെലക്ഷന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഞാൻ ജസ്റ്റ് മലയാളികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മികച്ച സോൺസുകൾ എന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതിൽ ഒന്നാമത്തേത് തീർച്ചയായിട്ടും മലയാളികൾക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ളത് ട്രിവാൻഡ്രം, അതേപോലെ തന്നെ ചെന്നൈ, അതേപോലെ സെക്കന്ദരാബാദ്, റാഞ്ചി, ഭുവനേശ്വർ. ഞാൻ ഇപ്രാവശ്യമാണ് ഈ ഒരു ലിസ്റ്റിലേക്ക് ഇവരെ ആഡ് ചെയ്തിട്ടുള്ളത്. റാഞ്ചി, ഭുവനേശ്വർ, അതേപോലെ മുംബൈ ഓർ കൊൽക്കത്ത. അപ്പൊ ഈ ഒരു 6 ഓപ്ഷൻസ് അല്ലെങ്കിൽ കൊൽക്കത്ത, മുംബൈ കൂടി ചേർക്കുകയാണെങ്കിൽ 7 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിൽ വെക്കാൻ പറ്റുന്നത്. ഞാൻ ഇത് വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജമ്മു കാശ്മീർ അപ്ലൈ ചെയ്യാം, അജ്മീറിൽ അപ്ലൈ ചെയ്യാം, അതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി എന്താണ്, നമുക്ക് കൂടി ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ആയിരിക്കണം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും റീസൺസ് വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യ ഘട്ടത്തിൽ ഈ ഒരു 7 സോൺസിനെ സെലക്ട് ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും ഇതിന് പുറത്തേക്കുള്ള ഒരു സോൺ സെലക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാട്ടോ. ഞാൻ അത് എന്തല്ല ആ അർത്ഥത്തിലല്ല പറയുന്നത് മനസ്സിലാക്കുക. അതായത് ആദ്യഘട്ടത്തിൽ ഒരു പ്രൈമറി ഫിൽട്രേഷൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ സോൺസുകളാണ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള സോൺസ്. എന്തുകൊണ്ട് അത് ഫേവറബിൾ ആണ്, എന്തുകൊണ്ട് ഞാൻ മറ്റു സോൺസുകൾ സെലക്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യണം. ട്രിവാൻഡ്രം വേണോ, ചെന്നൈ വേണോ, സെക്കന്ദരാബാദ് വേണോ, അതിന് എന്തെല്ലാം ഫാക്ടേഴ്സ് നമ്മൾക്ക് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് സെലക്ഷന് എഫക്ട് ചെയ്യുന്നത് നോക്കാം. അതിൽ ഒന്നാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് വേക്കൻസി തന്നെയാണ് കേട്ടോ. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് വേക്കൻസി തന്നെയാണ്. അതായത് ഈ ഒരു എക്സാമിനേഷനിൽ ഓരോ സോണിലും എത്രത്തോളം വേക്കൻസി വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്തേ മതിയാവുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു വേക്കൻസിയിലേക്ക് വരികയാണെങ്കിൽ ട്രിവാൻഡ്രം സോണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 148 ഒഴിവുകളാണ് ഉള്ളത്. ചെന്നൈ സോണിലേക്ക് നോക്കുമ്പോൾ 362 ഒഴിവുകളാണ് ഇപ്പം നിലവിലുള്ള ആസ് ഓഫ് നൗ. ഇത് കൂടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
റെയിൽവേ ഇതുവരെ കണ്ടക്ട് ചെയ്ത എല്ലാ LP എക്സാംസിലും നോട്ടിഫിക്കേഷൻ ടൈമിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ വേക്കൻസി പിന്നീട് അപ്ഡേറ്റഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഇൻക്രീസ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻസർ ചെയ്യാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ കൺഫേം ആയിട്ട് ഞാൻ പറയല്ല. കഴിഞ്ഞ എക്സാമിനും അതിന് മുന്നത്തെ എക്സാംസിലൊക്കെ അതേപോലെ വേക്കൻസി റിവൈസ്ഡ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ സെക്കന്ദരാബാദിൽ നിങ്ങൾ നോക്കി 1500 ഒഴിവുകളാണ് സെക്കന്ദരാബാദിൽ വന്നിരിക്കുന്നത്. അതൊരു എന്താ പറയുക, അത്രയും മികച്ചൊരു നമ്പർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതേപോലെ റാഞ്ചിയിൽ, നമ്മുടെ ധോണിന്റെ നാടാണ് അല്ലേ, റാഞ്ചിയിൽ 1213, അതായത് ജാർഖണ്ഡിന്റെ RRB ആണ് റാഞ്ചി വരെ കേട്ടോ, 1213 ഒഴിവുകളാണ് അവിടെ വന്നിരിക്കുന്നത്. ഭുവനേശ്വറിൽ 928 അതേപോലെ തന്നെ മുംബൈയിൽ 740 വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് വേക്കൻസിയെ കുറിച്ചുള്ള ഒരു ധാരണ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതൊന്ന് ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ ട്രിവാൻഡ്രത്ത് 148, ചെന്നൈ 362, സെക്കന്ദരാബാദിൽ 1500, റാഞ്ചിയിൽ 1213, ഭുവനേശ്വറിൽ 928 ആൻഡ് മുംബൈയിൽ 740 എന്നുള്ളതാണ് ഇപ്പോഴത്തെ വേക്കൻസി എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഇതിലേക്ക് പോയിന്റിലേക്ക് തിരിച്ചു വരാം. ഈ വേക്കൻസി ഏത് രീതിയിലാണ് നമ്മൾ എഫക്ട് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേക്കൻസി കൂടുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ ജോലി ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മുൻകാലങ്ങളിൽ നടന്ന എല്ലാ എക്സാംസുകളിലും അങ്ങനെയാണ്. അതായത് ഈ ഒരു വേക്കൻസി, കൂടുതൽ വേക്കൻസി ഉള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ജോലി ലഭിക്കാനുള്ള സാധ്യത. അപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാവും എന്താ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പല തരത്തിലുള്ള ആളുകളുണ്ടാവും. ഒന്ന്, നിങ്ങൾക്ക് ഓൾറെഡി ഒരു ജോലി ഉള്ള ആളുകളുണ്ടാവും ഇപ്പം നിലവിൽ, അല്ലെങ്കിൽ എന്താണ് ഒരു പുതിയ ഒരു ജോലി അത്യാവശ്യമായിട്ട് വേണ്ട ആളുകളുണ്ടാവും. അതായത് പാസ് ഔട്ടൊക്കെ ആയി, പക്ഷേ നമുക്ക് കഴിഞ്ഞ 2-3 വർഷമായിട്ട് നല്ലൊരു ജോലിയിൽ സെറ്റിൽ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ആളുകളുണ്ടാവും. അത്തരത്തിൽ പല കാറ്റഗറിയിലുള്ള ആളുകളുണ്ടാവും. അപ്പം നിങ്ങൾക്കൊരു ജോലി നിർബന്ധമായിട്ടും അത് എവിടെ പോയിട്ടാണെങ്കിലും വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ നിങ്ങൾ വേക്കൻസി തന്നെയാണ് ആദ്യഘട്ടത്തിൽ പരിഗണിക്കേണ്ടത്. ഞാൻ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയുന്നുണ്ട് കേട്ടോ. ഈ ഫാക്ടേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്തതിനു ശേഷം ഒരു കൺക്ലൂഷൻ കൂടി ഞാൻ പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. പ്രത്യേകിച്ച് RRB ALP പോലുള്ള ഒരു എക്സാമിനേഷനിൽ ഡിസ്റ്റൻസിന്റെ ഒരു പ്രാധാന്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഡിസ്റ്റൻസ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സോൺസ് ആണല്ലോ നമ്മൾ ആദ്യഘട്ടത്തിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ബെസ്റ്റ് സോൺസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ സോൺസുകളിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത് കിടക്കുന്നത് ട്രിവാൻഡ്രം തന്നെയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത് കിടക്കുന്നത് ട്രിവാൻഡ്രം ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചെന്നൈ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സെക്കന്ദരാബാദ് ആണ്. ഈ 3 സംസ്ഥാനങ്ങളെയും അല്ലെങ്കിൽ ഈ 3 RRB സോൺസിനെയും നമുക്ക് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ, സെക്കന്ദരാബാദ് എന്ന് പറയുമ്പോൾ ആ തെലങ്കാനയുടെ പാർട്ടായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എന്താ പറയുക, പഴയ ആന്ധ്രാപ്രദേശിന്റെ ഭാഗമായിട്ടുള്ളത്. അതായത് ട്രിവാൻഡ്രം ആണെങ്കിലും ചെന്നൈ ആണെങ്കിലും സെക്കന്ദരാബാദ് ആണെങ്കിലും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ടുള്ള, നമ്മൾ കേരളവുമായിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള കാലാവസ്ഥയും അതേപോലെ തന്നെ കുറേയൊക്കെ, എല്ലാം സെയിം ആണെന്ന് പറയല്ല, കുറേയൊക്കെ മികച്ച രീതിയിലുള്ള നമ്മൾ മലയാളികളുമായിട്ട് മാച്ച് ആകുന്ന രീതിയിലുള്ള ഫുഡുകളും ഒക്കെ വരുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. മാത്രമല്ല ദൂരം കമ്പാരിറ്റീവ്ലി മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവായിരിക്കും താനും. ഓക്കെ, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ റാഞ്ചി ആണെങ്കിലും ഭുവനേശ്വർ ആണെങ്കിലും മുംബൈ ഓർ കൊൽക്കത്ത ആണെങ്കിലും അത്യാവശ്യം നല്ല ദൂരങ്ങളിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും അടുത്ത് കിടക്കുന്നത് ട്രിവാൻഡ്രവും ചെന്നൈയും സെക്കന്ദരാബാദുമാണ്. എന്തുകൊണ്ടാണ് ഞാൻ മറ്റ് സംസ്ഥാനങ്ങളൊന്നും കൺസിഡർ ചെയ്യേണ്ടത്, റാഞ്ചിയും ഈ ഭുവനേശ്വറും മുംബൈയും നമ്മൾ കൺസിഡർ ചെയ്തതെന്നുള്ളത് വേക്കൻസി കാരണമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയാണ്, ഈ റാഞ്ചിയിൽ ഇപ്രാവശ്യം വന്നിരിക്കുന്ന വേക്കൻസി 1213, അതേപോലെ ഭുവനേശ്വറിൽ വന്നിരിക്കുന്ന വേക്കൻസി 928, മുംബൈയിൽ 740. അപ്പൊ വേക്കൻസി വൈസ് കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവരെ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു മികച്ച സോൺസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിക്കേണ്ടത്, റെയിൽവേയിൽ നിങ്ങൾക്ക് വർക്ക് കിട്ടി എന്ന് വിചാരിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ വർക്ക് ചെയ്യണമല്ലോ. അവിടുന്ന് നമ്മൾ കേരളത്തിലേക്കുള്ള ട്രാൻസ്ഫറിനുള്ള സാധ്യതയുണ്ടോ? അത് വളരെ കുറവാണ് എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെയുള്ള ട്രാൻസ്ഫറിനുള്ള സാധ്യത വളരെ വിരളമായിട്ടാണ് കേരളത്തിലേക്ക്. അതായത് ഉദാഹരണത്തിന് നിങ്ങൾ മുംബൈ സോണിൽ സെലക്ട് ആയി, നിങ്ങൾക്ക് അവിടെ വർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം, അവിടുന്ന് കേരളത്തിലേക്കുള്ള ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പൊ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോയിലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ സോൺ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ആയിരിക്കും വർക്ക് ചെയ്യേണ്ടി വരിക. അപ്പൊ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ മുംബൈയിൽ വർക്ക് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ലീവ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവുമല്ലോ. ഒരു 4 ദിവസം ലീവ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ എന്താ സംഭവിക്കുക, അത്രയും ദൂരം ട്രാവൽ ചെയ്യാനുള്ളത് ഉണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ വരേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ബൈ ട്രെയിൻ നമ്മൾ വരികയാണെങ്കിൽ ഒരു 2 ദിവസമൊക്കെ യാത്രക്ക് തന്നെ നഷ്ടപ്പെട്ടു പോകും. പിന്നെ ആകെ 1-2 ദിവസമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നാട്ടിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ദൂരം കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, ലീവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക്, പ്രത്യേകിച്ച് ഹോം സിക്നെസ് ഒക്കെ ഉള്ള ആളുകൾക്ക് അത് വലിയ ഒരു
ബുദ്ധിമുട്ടായിരിക്കും. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടർ തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെച്ചേക്കണം. ഒരുപാട് ഡിസ്റ്റൻസ് ഉള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾ എത്തിപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ലീവ് കിട്ടുമ്പോൾ നാട്ടിലേക്ക് വരാനും അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാനും ഒക്കെയുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതൊക്കെ നിങ്ങൾ മൈൻഡിൽ വെക്കണം കേട്ടോ. നിങ്ങൾ സോൺ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നോക്കുക അടുത്തൊരു സെറ്റിൽ നോക്കുകയാണെങ്കിൽ കംഫർട്ട് നമ്മൾ നോക്കണം. അതായത് ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ ആ ഒരു കൾച്ചറോ ആ ഒരു രീതിയോ ആയിരിക്കില്ല ഒരു പക്ഷേ നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം അവിടുത്തെ ഒരു കൾച്ചർ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ്. അപ്പോൾ നമുക്ക് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, അതായത് നമ്മളൊരു നോർമൽ ആയിട്ടുള്ള ഒരു കൾച്ചറിൽ, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ആ ഒരു സൗത്ത് ഇന്ത്യൻ കൾച്ചറിൽ തന്നെയാണോ നമ്മൾ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ കുറച്ചുകൂടി നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലേക്കൊക്കെ നമുക്ക് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. തീർച്ചയായിട്ടും എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറയുന്നത് നമ്മൾ സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ നമ്മുടെ നാടുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് നിങ്ങൾ പോവേണ്ടത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത രണ്ട് കാര്യങ്ങൾ, ഈ കോമ്പറ്റീഷനും കട്ട് ഓഫും, ഇത് രണ്ട് കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും ഞാൻ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതായത് എത്ര ലെവൽ ഓഫ് കോമ്പറ്റീഷനും അതേപോലെ തന്നെ കട്ട് ഓഫും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നോക്കുമ്പോൾ ട്രിവാൻഡ്രത്തിലെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 48.9. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളതൊക്കെ ഞാൻ പറയാട്ടോ. അതേപോലെ ചെന്നൈയുടെ കട്ട് ഓഫ് 49.5 സെക്കന്ദരാബാദിൽ 56 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. റാഞ്ചിയിൽ 61, ഭുവനേശ്വറിൽ 60, അതേപോലെ മുംബൈയിൽ 57.1 കട്ട് ഓഫ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരിക്കലും, ഞാൻ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളെടുത്ത് പറയാണ്, ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കട്ട് ഓഫ് കണ്ടിട്ട് അടുത്ത പ്രാവശ്യവും ഇതേ കട്ട് ഓഫ് തന്നെയായിരിക്കും ഇതേ സോൺസിൽ വരാൻ പോവാന്ന് ഒരിക്കലും നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഞാനിങ്ങനെ ഇതുപോലെ സോൺ വൈസ് ഒക്കെ നമ്മൾ അനാലിസിസ് ഒക്കെ ചെയ്തിട്ട്, അങ്ങനെ ഒരു അനാലിസിസ് എല്ലാവരും ചെയ്യുന്നുണ്ടാവും അല്ലേ, എല്ലാവരും മൈൻഡിലും ഉണ്ടാവും ഏത് സോൺ സെലക്ട് ചെയ്യണം എന്നുള്ളത് അല്ലേ. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥിയുടെയും മൈൻഡ് എന്താണെന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷേ നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള എല്ലാ ആളുകളും കൂടി ട്രിവാൻഡ്രത്ത് വന്ന് അപ്ലൈ ചെയ്താലുള്ള കാര്യം ഒന്ന് ആലോചിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ ട്രിവാൻഡ്രം സോൺ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും ട്രിവാൻഡ്രത്തിന്റെ കട്ട് ഓഫ് വളരെ ഉയരാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പൊ പക്ഷേ അത് അവിടെ തന്നെയാണ് അപ്ലൈ ചെയ്യാൻ നമുക്ക് അറിയില്ല. ഒരു പക്ഷെ അത് മാറി ചെന്നൈ പോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചെന്നൈയിലെ കട്ട് ഓഫ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അവിടുത്തെ കട്ട് ഓഫ് കൂടാൻ സാധ്യത, കോമ്പറ്റീഷൻ കൂടാൻ സാധ്യത. അപ്പൊ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ ഒരു ഘടകം നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഈ ഒരു സമയത്ത് പരിഗണിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അതായത് ഈ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ 2024 എക്സാമിന്റെ CBT 1ന്റെ കട്ട് ഓഫ് ആണ് ഞാൻ നിങ്ങളെടുത്ത് പറയുന്നത്. അപ്പൊ ഈ ഒരു കട്ട് ഓഫ് നോക്കിക്കൊണ്ട് മാത്രം നിങ്ങൾ ആരും സെലക്ട് ചെയ്യരുത്. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ 48.9 ട്രിവാൻഡ്രം വന്നു, അതുകൊണ്ട് ട്രിവാൻഡ്രത്താണ് ഏറ്റവും കുറഞ്ഞ വേക്കൻസി, നമ്മൾ മലയാളികളാണ്, നേരെ കയറി ട്രിവാൻഡ്രം അപ്ലൈ ചെയ്യുക. ആ രീതി ആയിരിക്കരുത്. കാരണം അടുത്ത പ്രാവശ്യം ഒരു പക്ഷേ കട്ട് ഓഫ് എന്ന് നേരെ 60ലേക്കൊക്കെ ആയിരിക്കും പോവുക. അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നതിന്റെ കാരണം ഓരോരുത്തരും സോൺ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്രൈറ്റീരിയ, ഇപ്പൊ മലയാളികൾ എല്ലാവരും ട്രിവാൻഡ്രം തന്നെയൊന്നല്ല കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്തത്. മലയാളികൾ പല ആളുകളും കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുള്ളത് കേരളത്തിന്റെ പുറത്താണ്. എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര് ആ രീതിയിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. എൻട്രിയിൽ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കേരളത്തിന് പുറത്ത് അപ്ലൈ ചെയ്ത ആളുകളെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ സോൺ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതൊരിക്കലും കട്ട് ഓഫിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ആവരുത് എന്നുള്ള കാര്യം. പിന്നെ ഞാൻ കട്ട് ഓഫ് കൊടുത്തത് പല ആളുകളും ചോദിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ എല്ലാ വീഡിയോയുടെ തായും പലപ്പോഴും ചോദിക്കാറുണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്ന് പറയണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഈ കട്ട് ഓഫ് ഇവിടെ ഇട്ടു എന്നുള്ളത് മാത്രമാണ് കേട്ടോ. ഓക്കെ, ഇനി കട്ട് ഓഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വേറെ രീതി പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇതിൽ നമ്മൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ടോട്ടൽ ആറാബികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് സെക്കന്ദരാബാദിലാണ്. അപ്പൊ സെക്കന്ദരാബാദിലേക്ക് ഒരു വലിയ രീതിയിലുള്ള ആൾക്കാരുടെ അപ്ലിക്കേഷൻ വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതൊരു പക്ഷേ സിമ്പിൾ ലോജിക്കാണ്, കാരണം ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള സ്ഥലം അവിടെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുക. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ സെക്കന്ദരാബാദിലേക്ക് മലയാളികളും തമിഴ്നാട്ടിലെ ആളുകളും ആ സ്റ്റേറ്റിലുള്ള ആളുകളും അതേപോലെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പക്ഷേ അവിടെ കോമ്പറ്റീഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, വേക്കൻസി കൂടുതലെടുത്ത് തന്നെയാണ് ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. അതേ കാര്യം തന്നെയാണ് ഒരു പക്ഷേ നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ റാഞ്ചിയിലേക്കും ഭുവനേശ്വറിലേക്കും ഫോക്കസ്ഡ് ആവുകയാണെങ്കിൽ സെക്കന്ദരാബാദിലേക്ക് അത്രത്തോളം കോമ്പറ്റീഷൻ വരില്ല അല്ലേ. സോ അത്തരത്തിലുള്ള പല ഫാക്ടേഴ്സ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇതും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, വേക്കൻസി കൂടുതലാണെങ്കിലാണ് ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ എന്നുള്ളത് അതൊരു യൂണിവേഴ്സൽ ഫാക്ട് ആണ്. അത് നിങ്ങളുടെ മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ സോൺസുകൾ സെലക്ട് ചെയ്യാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞ ഫാക്ടേഴ്സുകൾ ഇവയൊക്കെയാണ്. വേക്കൻസി പറഞ്ഞു, ഡിസ്റ്റൻസ് പറഞ്ഞു, കംഫർട്ട് പറഞ്ഞു, കോമ്പറ്റീഷൻ പറഞ്ഞു, കട്ട് ഓഫിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്കൊരു ഫൈനൽ കൺക്ലൂഷനിലേക്ക്, ഏത് സോൺ സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് നമ്മൾ പോവാണ്.
ഒന്നാമത്തത്, ഈ ഒരു കാറ്റഗറി ഞാൻ തിരിക്കുന്നത് ഏതൊക്കെ കാറ്റഗറി എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ പല തരത്തിലുള്ള ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കൺക്ലൂഷൻ പറയാൻ പോകുന്നത്. ഇപ്പോഴും പറയുന്നു, ഇതൊരു സജഷൻ വീഡിയോ ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. അതായത് ഇതൊരു റെഫറൻസ് വീഡിയോ ആയിട്ട്, അല്ലെങ്കിൽ ഇതിനെ കണ്ട് ഇതേ രീതിയിൽ തന്നെ നിങ്ങളൊരു സോൺ സെലക്ട് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യില്ല, റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ ഈ പറയാൻ പോകുന്ന കൺക്ലൂഷൻസ് നിങ്ങൾ എത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ലോജിക്കൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ ജസ്റ്റ് വീഡിയോന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പല ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചിറങ്ങി ഒരു ജോലി കിട്ടാതെ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് നാട്ടുകാരുടെ മുന്നിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ വല്ലാത്തൊരു അപകർഷതാബോധമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഈ ജോലി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് എവിടെ പോയിട്ടാണെങ്കിലും, അത് ഇന്ത്യയിലല്ല ഇന്ത്യൻ്റെ പുറത്താണെങ്കിലും ഒരു ജോലി ലഭിക്കുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ പരിഗണിക്കേണ്ട സോൺസിൽ ഏറ്റവും പ്രധാനപ്പെട്ട സോൺ എന്ന് പറയുന്നത് അത് നമ്മുടെ സെക്കന്ദരാബാദ് സോൺസ് തന്നെയാണ്. ഓക്കെ, സോ മലയാളികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വേക്കൻസി ആയിരിക്കണം. അതായത് നിങ്ങൾക്ക് ഈ സോൺ നിങ്ങൾക്ക് ജോലി കിട്ടിയേ മതിയാവുന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട സോൺ എന്ന് പറയുന്നത് സെക്കന്ദരാബാദ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ റാഞ്ചി, ഭുവനേശ്വർ, ഇവിടെയൊക്കെയാണ് കൂടുതൽ വേക്കൻസീസ് വരുന്നത്. അതാണ് ഒന്നാമത്തെ ഘടകം. ഓക്കെ, ഒന്നാമത്തെ ഫാക്ടറി. ഈ ഒരു കാര്യത്തിന് ബേസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട സോൺസിൽ ഏതാണെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. നിങ്ങൾക്ക് ഓൾറെഡി നാട്ടിലൊരു ജോലിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സർവീസിലാണ് നിങ്ങൾ ഉള്ളത്, എന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ജോലി എന്നുള്ള നിലയിൽ നിങ്ങൾ ALP ചൂസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരിക്കലും ഒരുപാട് ദൂരെയുള്ള ഒരു സോൺസ് അല്ല നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നിയർ ബൈ ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളിലായിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ സോൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തിലുള്ള കേരളത്തിലുള്ള ട്രിവാൻഡ്രം സോണോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള ചെന്നൈ സോണോ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. അതായത് ഇവിടുത്തെ ചോയ്സ് എന്ന് പറയുന്നത് നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ജോലിയുണ്ട്. അപ്പോൾ ഈ ജോലി എന്ന് പറയുന്നത്, ഈ ALP എക്സാം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നെസസിറ്റി അല്ല. അതായത് ഇതൊരു നിർബന്ധമായിട്ട് കിട്ടേണ്ട ജോലിയല്ല. ഓൾറെഡി ഒരു ജോലിയിലൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഒരു സേഫ് സോണിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളൊരു എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ട സോൺ ട്രിവാൻഡ്രം സോണോ അല്ലെങ്കിൽ ചെന്നൈ സോണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അഡ്വേഴ്സ് അല്ലെങ്കിൽ കുറച്ചുകൂടി ലോങ് പോയി നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കന്ദരാബാദ് സോണിലേക്കും നിങ്ങൾക്ക് പോവാകുന്നതാണ് എന്നുള്ളതാണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി മൂന്നാമതൊരു കാറ്റഗറി ഞാൻ പറയുകയാണെങ്കിൽ, ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരുപാട് ലോങ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കലി കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. പോകാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്, കൺവീനിയൻ്റ് ആയിരിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കേരള സോൺ തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. സോ ട്രിവാൻഡ്രം സോണിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനി ചില ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ട്രിവാൻഡ്രം വേഴ്സസ് ചെന്നൈ സോൺ, ഇതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ സജഷൻ തരാൻ പോവുകയാണ്. അതായത് ട്രിവാൻഡ്രം വേണോ ചെന്നൈ വേണോ നോക്കുകയാണെങ്കിൽ, ട്രിവാൻഡ്രത്തെ വേക്കൻസി 148 ആണ്. അതേപോലെ തന്നെ ചെന്നൈയിലെ വേക്കൻസി എന്ന് പറയുന്നത് 362 ആണ്. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ട്, ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വരികയാണെങ്കിൽ, ആസ് ഓഫ് നൗ ഇപ്പോഴത്തെ വേക്കൻസി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയാണ്, ട്രിവാൻഡ്രവും ചെന്നൈ സോണും ഏതാണ്ട് ഈക്വൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക സ്റ്റേജിലാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അതിൻ്റെ കാരണം എന്നറിയോ? ഇവിടെ 148, ഇവിടെ 362 ഇല്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, 362 തമിഴ്നാട് സോണിലാണ് വരുന്നത്. അതായത് തമിഴ്നാട്ടിൽ കേരളത്തിനെക്കാട്ടിലും പോപ്പുലേഷൻ കൂടുതലാണ്. അപ്പോൾ തമിഴ്നാട്ടിലുള്ള ആളുകൾ ഭൂരിഭാഗവും അപ്ലൈ ചെയ്യാൻ പോകുന്നത് തമിഴ്നാട് തന്നെയായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ കേരളത്തിലുള്ള കുറേ ആളുകളും തമിഴ്നാട്ടിൽ അപ്ലൈ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ കേരളത്തിലുള്ള 148ഉം ചെന്നൈയിലുള്ള 362ഉം ഏതാണ്ട് ഈക്വൽ സ്റ്റേജിലാണ് എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞതിന്റെ മീനിങ് ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ 362 ഉണ്ടെങ്കിലും അതിനുവേണ്ടി അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണവും അതേപോലെ കൂടുതലാണ്. ഇവിടെ 148 ഉള്ളൂ എന്നുള്ള കാരണം കൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് ഇപ്പോൾ ആലോചിച്ച് നോക്കി, ഒരുപാട് വേക്കൻസീസ് ഉള്ള സെക്കന്ദരാബാദും റാഞ്ചിയും ഭുവനേശ്വറും മുംബൈ ഒക്കെ നിൽക്കുമ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് കേരളത്തിലെ 148 വേക്കൻസിക്ക് വേണ്ടി ആൾക്കാർ വരാനുള്ള സാധ്യത കുറവല്ലേ? സോ ആ ഒരു കൺസിഡറേഷൻ നോക്കുമ്പോൾ ട്രിവാൻഡ്രത്ത് നമ്പർ ഓഫ് അപ്ലിക്കൻസ് കുറയാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ചെന്നൈയിൽ നമ്പർ ഓഫ് അപ്ലിക്കൻസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ 148ന്റെ അതേ എഫക്ട് തന്നെ ആയിരിക്കും 362 വരാൻ പോകുന്നത്. സോ ചെന്നൈ ഓർ ട്രിവാൻഡ്രം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാനൊരു പേഴ്സണൽ സജഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഫാക്ടറോട് നിങ്ങൾ നോക്കുകയാണ്, കംഫർട്ട് എന്ന് പറയുന്ന ഫാക്ടറോട് നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ട്രിവാൻഡ്രം തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ കട്ട് ഓഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടും കഴിഞ്ഞ പ്രാവശ്യം നോക്കുമ്പോൾ ഏതാണ്ട് സിമിലർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടി പറയാൻ കേട്ടോ, അത് തീർച്ചയായിട്ടും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. അതായത്
ഞാൻ നേരത്തെ വേക്കൻസിയെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഈ വേക്കൻസിയെ കുറിച്ച് പറഞ്ഞ സമയത്ത് തന്നെ അഡീഷണലി നിങ്ങൾ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാറ്റഗറി വൈസ് വേക്കൻസി എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത്. അതുകൂടി നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യണം കേട്ടോ. അതായത് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ്. ഇപ്പോൾ SC ഞാനിപ്പോൾ അൺറിസർവ്ഡ് കാറ്റഗറി ടോട്ടൽ വേക്കൻസി ബേസിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ SC കാറ്റഗറി ആണോ, ST കാറ്റഗറി ആണോ, OBC ആണോ, അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം, വേക്കൻസി സെലക്ഷൻ നിങ്ങൾ സോൺ സെലക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ സോൺസുകളിൽ എവിടെയാണ്, ഏത് കാറ്റഗറിക്കാണ് കൂടുതൽ വേക്കൻസീസ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് പരിഗണിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ സോൺസ് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഭുവനേശ്വറിൽ നോക്കുകയാണെങ്കിൽ SCയിൽ 205 ഒഴിവുകളുണ്ട്, അതേപോലെ STയിൽ 119 ഒഴിവുകളുണ്ട്, OBCയിൽ 121 ആണുള്ളത്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ സെക്കന്ദരാബാദ് സോൺ നോക്കുകയാണെങ്കിൽ SC കാറ്റഗറിയിൽ ഓൾമോസ്റ്റ് 210 ആണ്. അതേപോലെ OBCയിൽ ഏതാണ്ട് 350 വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ കാറ്റഗറി വൈസ് വേക്കൻസി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ ഇന്നത്തെ ഫൈനൽ ആയിട്ടുള്ള കൺക്ലൂഷൻസോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ജോലി ഒരു അത്യാവശ്യ ഘടകമാണ്, ഈ ജോലി കിട്ടിയേ മതിയാവൂ എന്നുള്ള സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ സോൺ എന്ന് പറയുന്നത് സെക്കന്ദരാബാദ്, റാഞ്ചി, മുംബൈ, കൊൽക്കത്ത സോൺസുകളാണ്. അതല്ല നിങ്ങൾക്ക് ഓൾറെഡി ഒരു ജോലി ഉണ്ട്, അത്രത്തോളം നെസസിറ്റി ഉള്ള ഒരു കാര്യമല്ല എന്നുള്ള ഒരു സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഏറ്റവും ഡിസ്റ്റൻസ് കുറവുള്ള നമ്മൾ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കംഫർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിരിക്കും. ഇപ്പം നമുക്ക് ജോലി എന്നുള്ളത് മാത്രമായിരിക്കും കൺസേൺ എങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അതുകൂടി ഒരു ഫാക്ടർ ആയിട്ട് വരും, നമ്മുടെ ഫാമിലി ലൈഫ്. അപ്പോൾ അതൊക്കെ അതിനെ എഫക്ട് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സൗത്ത് ഇന്ത്യൻ സോൺസ് ആയിട്ടുള്ള സെക്കന്ദരാബാദ്, ചെന്നൈ, ട്രിവാൻഡ്രം പ്രിഫർ ചെയ്യേണ്ടത്. ഇനി ചെന്നൈ വേഴ്സസ് ട്രിവാൻഡ്രം എന്ന കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അവിടെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ രണ്ടും ഒരേ എഫക്റ്റ് തന്നെയാണ് വരുന്നത്. ട്രിവാൻഡ്രത്തുള്ളതും ചെന്നൈയിലുള്ളതും ഏതാണ്ട് ഈക്വൽ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സോൺ അനാലിസിസിൽ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഒരു സോൺ സെലക്ട് ചെയ്യാനുള്ള ഒരു ഗൈഡാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ മൈൻഡിലിട്ട് ആലോചിച്ചിട്ട് നല്ല ഒരു എന്താ പറയുക ലോജിക്കലായിട്ടുള്ള ഒരു ഡിസിഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങളുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ കൂടിയാണ്. സോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എല്ലാവരും ഡിസിഷൻ എടുക്കുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഇനി അപ്ലിക്കേഷൻ ടൈമിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ അപ്ലിക്കേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ട ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സോൺ സെലക്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അതേപോലെ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക്, നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർ ചുമ്മാ ചാടിക്കറി, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്താ സംഭവിച്ചതറിയോ, കുറേ പേര് ഏതെങ്കിലും ഒരു അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഫേയിലൊക്കെ പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറയും. അവരെന്തായാലും ട്രിവാൻഡ്രം മാത്രമേ അപ്ലൈ ഉണ്ടാവുള്ളൂ. കാരണം മലയാളികൾ എല്ലാവരും ട്രിവാൻഡ്രത്താണ് അപ്ലൈ ചെയ്യുക. പക്ഷേ അപ്ലൈ ചെയ്യുമ്പോൾ ഇതേപോലെ ലോജിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കാം. അതേപോലെ RRB ALP എക്സാം എന്ന് പറയുന്നത് 2025 ഒരു ടാർഗറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസിനും അതേപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അതുപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.